ചെയ്യുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം പേരൂർക്കട അമ്പലമുക്കിൽ അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരി നെടുമങ്ങാട് സ്വദേശി വിനീത കൊല്ലപ്പെട്ട കേസിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരൻ. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് 2022 ഫെബ്രുവരി 6-നാണ് ഈ കൊലപാതകം നടക്കുന്നത്. കോവിഡ് സമയമായിരുന്നു. കോവിഡൊക്കെ കഴിഞ്ഞ് വിപണിയൊക്കെ സജീവമായി തുടങ്ങുന്ന സമയത്താണ് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നത്. അമ്പലമുക്കിലെ ഒരു അലങ്കാര ചെടികൾ ഉള്ള കടയിലെ ജീവനക്കാരിയായിരുന്നു, അത് വിൽക്കുന്ന കടയിലെ ജീവനക്കാരിയായിരുന്നു വിനീതയുടെ കഴുത്തിലെ സ്വർണ്ണമാല ലക്ഷ്യം വെച്ചാണ് പ്രതിയായിട്ടുള്ള രാജേന്ദ്രൻ കടയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് വിനീതയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയാണ് ഈ മാല മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തോവാളയിലേക്ക് മടങ്ങുന്ന പ്രതി മാല പണയം വെക്കുകയും ആ പണവുമായിട്ട് മുങ്ങുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൊലപാതകത്തിൽ ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള സാക്ഷിമൊഴികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന് കേസുമായിട്ട് മുന്നോട്ട് പോകാനും പ്രതിയിലേക്ക് എത്താനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിലാണ് പ്രതിയായിട്ടുള്ള രാജേന്ദ്രനിലേക്ക് പോലീസ് എത്തുന്നത്. രാജേന്ദ്രൻ തമിഴ്നാട് സ്വദേശിയാണ്. കന്യാകുമാരി വള്ളമടം സ്വദേശിയാണ് രാജേന്ദ്രൻ തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് ഒരു ജോലി തേടിയിട്ടാണ്. ഈ പേരൂർക്കടയിലെ ഒരു ചായക്കടയിൽ ജോലി ചെയ്യുകയായിരുന്നു രാജേന്ദ്രൻ. അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു രാജേന്ദ്രൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. വിനീത, കുടുംബത്തിലെ ഏക താങ്ങായിട്ടുള്ള വിനീത, വീട്ടിൽ അച്ഛനും അമ്മയും 2 പെൺമക്കളുമുണ്ട്. ഭർത്താവ് മരിച്ചുപോയി. വിനീതയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയാണ് ഒരു മാല മോഷ്ടിക്കുന്നതിന് വേണ്ടി രാജേന്ദ്രൻ ഇത്തരത്തിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് പ്രതി കുറ്റക്കാരൻ എന്ന് ഇപ്പോൾ കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രോസിക്യൂഷൻ പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ച ഒരു വാദം എന്ന് പറയുന്നത്, ഈ പ്രതിയെ വെറുതെ വിടുകയാണെങ്കിൽ, രാജേന്ദ്രനെ വെറുതെ വിടുകയാണെങ്കിൽ ഇനിയും പല കൊലപാതകങ്ങളും അയാൾ നടത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഒരു ഇളവും അയാൾക്ക് നൽകരുത്, പരമാവധി ശിക്ഷ തന്നെ രാജേന്ദ്രനെ നൽകണം എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും വിനീത കൊലക്കേസിൽ, അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ രാജേന്ദ്രൻ എന്നയാൾ പ്രതി ആണ് എന്നുള്ളത് കോടതി വിധി പുറപ്പെടുവിച്ചു. എന്തായാലും ഈ കേസ് വീണ്ടും 21-ാം തീയതി പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചിട്ടുണ്ട്. ആ പരിഗണിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും കോടതി പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ട ഒരു നിർദ്ദേശം, 7 റിപ്പോർട്ടുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഈ സാക്ഷിമൊഴികളൊന്നും കൊലപാതകത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്നടക്കം റിപ്പോർട്ടുകൾ, പോലീസിന്റെ അടക്കം റിപ്പോർട്ടുകൾ തേടേണ്ടതായിട്ടുണ്ട്. ഇയാൾ ഇതിനു മുൻപും കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2017-ൽ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള കസ്റ്റംസ് ഓഫീസറെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് വിനീതയെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിക്രൂരനായിട്ടുള്ള ഒരു കൊലപാതകിയാണ് രാജേന്ദ്രൻ എന്നുള്ളതാണ്. രാജേന്ദ്രന്റെ ശിക്ഷയിൽ ഒരു കാരണവശാലും ഇളവ് നൽകരുത് എന്നുള്ള ആവശ്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കൊലപാതകം നടക്കുന്നത് ഫെബ്രുവരി 6-ാം തീയതിയാണ്. അതിനുശേഷം 7-ാം തീയതി പല ഇടപാടുകളും, പണമിടപാടുകൾ ഇയാൾ നടത്തുന്നുണ്ട്. അത് ബാങ്കുകളിലടക്കം പണ ഇടപാടുകൾ നടത്തുന്നുണ്ട്. അത് തമിഴ്നാട്ടിലടക്കമുള്ള അന്വേഷണത്തിലാണ് ഇയാളിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ, അത് 7 റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 21-ാം തീയതി കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്ന സമയത്ത് ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ കോടതി പരിശോധിക്കും. അതിനുശേഷമായിരിക്കും എന്താണ് പ്രതിക്കുള്ള ശിക്ഷ എന്ന കാര്യത്തിൽ കോടതി വിധിക്കുക എന്നുള്ളതാണ്. എന്തായാലും അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ രാജേന്ദ്രൻ പ്രതിയാണ് എന്നുള്ളത് കോടതി ഇപ്പോൾ വിധി പുറപ്പെടുവിച്ച് കഴിഞ്ഞു. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ വിധി പുറപ്പെടുവിച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ 21-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. സൂര്യഗായത്രി, പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നു. വിനീതയുടെ കുടുംബം പറഞ്ഞത് പരമാവധി ശിക്ഷ തൂക്കുകയറിൽ നിന്ന് ലഭിക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രതി രാജേന്ദ്രന്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ 3 കൊലയടക്കം ചെയ്തിട്ട് നാട്ടിൽ എത്തിയ ഒരാളാണ്. പേരൂർക്കടയിൽ ചായക്കട നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് അയാൾ.
തീർച്ചയായിട്ടും. അതായത് തിരുവനന്തപുരത്തേക്ക് തമിഴ്നാട്ടിൽ നിന്ന് അയാൾ എത്തിയത് തന്നെ ഒരു ജോലി തേടിയിട്ടായിരുന്നു. തുടർന്നാണ് പേരൂർക്കടയിൽ ഒരു ചായക്കടയിൽ ജോലി ചെയ്തിരുന്നത്. അതിനിടയിലാണ് ഈ കൊലപാതകം, വിനീതയുടെ കൊലപാതകം നടത്തിയിരിക്കുന്നത്. 4.5 പവൻ മാലയാണ് വിനീതയെ കൊലപ്പെടുത്തിയതിനു ശേഷം വിനീതയുടെ കഴുത്തിൽ നിന്ന് ഈ രാജേന്ദ്രൻ കൊണ്ടുപോയത്. അത് തിരിച്ച് തമിഴ്നാട്ടിൽ എത്തിയതിനു ശേഷമാണ്, തോവാളയിൽ എത്തിയതിനു ശേഷമാണ് ഈ മാല പണയം വെക്കുകയും ഈ പണം കൈപ്പറ്റുകയും അതുമായിട്ട് മുങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കേസ് സങ്കീർണമായ ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരുന്നത്. കാരണം ഈ കൊലപാതകം, രാജേന്ദ്രൻ വിനീതയെ കൊലപ്പെടുത്തുന്നത് നേരിട്ട് കണ്ട വ്യക്തികളൊന്നും ആരും ഉണ്ടായിരുന്നില്ല. കൊലപാതകത്തിന് സാക്ഷിമൊഴികൾ പോലീസിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാജേന്ദ്രനിലേക്ക് എത്തുവാൻ മറ്റ് സാഹചര്യ തെളിവുകളിലേക്കടക്കം പോലീസിന് പോവേണ്ടതായിട്ട് വന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ പെൺഡ്രൈവും ഒക്കെ തന്നെയാണ് പോലീസ് കോടതിയിൽ തെളിവുകളായിട്ടും സമർപ്പിച്ചിരിക്കുന്നത്. മറ്റ് 96 സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്. അതായത് കൊലപാതകം നേരിട്ട് കണ്ട സാക്ഷിമൊഴികൾ പോലീസിന് ലഭിച്ചിട്ടില്ല എങ്കിൽ കൂടിയും രാജേന്ദ്രനെ പരിചയമുള്ള, ഈ തമിഴ്നാട്ടിലടക്കം രാജേന്ദ്രന്റെ അടുത്ത മുറികളിലൊക്കെ താമസിച്ചിരുന്ന, അയാളുമായിട്ട് നേരത്തെ പരിചയമുള്ള ആളുകളുടെ ഒക്കെ തന്നെ മൊഴികൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ വിസ്തരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ ഒരു വിശദമായിട്ടുള്ള അന്വേഷണം തന്നെ രാജേന്ദ്രനെ ചുറ്റിപ്പറ്റി പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇയാൾ താമസിക്കുന്ന മുറിക്ക് സമീപത്ത് ആരും തന്നെ താമസിക്കില്ലായിരുന്നു. അത്രത്തോളം ഇയാളെ എല്ലാവർക്കും ഭയമായിരുന്നു. ആരും അത്ര പെട്ടെന്ന് ഇയാളുമായിട്ട് കൂട്ടുകൂടാൻ പോകാറില്ല എന്നുള്ള മൊഴികളൊക്കെ തന്നെ പോലീസിന് തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കന്യാകുമാരിയിലെ വള്ളമടത്താണ് ഇയാൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള മൊഴികളൊക്കെ തന്നെ പോലീസിന് ലഭിക്കുകയും അതിനിടയിലാണ് ഈ അയാളുടെ മുൻകാല ഒരു സ്വഭാവമൊക്കെ പരിശോധിക്കുന്നതിനിടയിലാണ് ഇതിനു മുമ്പ് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു കുടുംബത്തെ മുഴുവൻ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷമാണ് വിനീതയുടെ കൊലപാതകം ഇയാൾ നടത്തുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള സാഹചര്യ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു അന്വേഷണത്തിന് ഒടുവിലാണ് രാജേന്ദ്രൻ എന്ന പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത്. കോടതിയിൽ പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇത്ര കൊലപാതകങ്ങൾ നടത്തിയ ഇയാൾക്ക് ശിക്ഷ പറയുമ്പോൾ അതിലൊരു ഇളവും നൽകരുത് എന്നുള്ളതാണ്. കാരണം ഇയാൾ പുറത്ത് വീണ്ടും വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം പേരൂർക്കട അമ്പലമുക്കിൽ അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരി നെടുമങ്ങാട് സ്വദേശി വിനീത കൊല്ലപ്പെട്ട കേസിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരൻ തെളിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സൂര്യഗായത്രി.